നമ്മളുടെ പാവപ്പെട്ട പരിശുദ്ധരായ സന്യാസിനിമാരെ, ക്രൈസ്തവരെ, വൈദിക വിദ്യാർത്ഥികളെ വെറുതെ വിട്ടുകളയാൻ ഒക്കില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ പോലെ, ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ വിട്ടുകളയരുത്. അവർ നമ്മുടെ മക്കളാണ്, മലയാളികളാണ്. ഇവിടെ ജനിച്ച് വളർന്ന് ഈ സഭയിൽ, കേരള സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അനുഭവിക്കുന്ന വേദനകൾ അറസ്റ്റിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ നിർഭാഗ്യകരമായ കാര്യമായല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസം കഴിയുമ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണത്. അവരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിലെ ഹോസ്പിറ്റലിലേക്ക് പരിശീലനത്തിനും ജോലിക്കുമായി എല്ലാ രേഖകളോടും കൂടി 2 യുവതികളെ കൊണ്ടുപോയതാണ് ഈ സിസ്റ്റേഴ്സ്. CBCIയുടെ പ്രസിഡൻറ്റും എല്ലാം ഇക്കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ജാമ്യത്തിനായി അവർ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കത്തോലിക്കരായ നമ്മൾ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നവരല്ല, ആരെയും കടത്തിക്കൊണ്ടു പോകുന്നവരല്ല. മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ എളിയ സഹോദരിമാർ ഈ കുട്ടികളെയും കൊണ്ട് അവിടെ പോയതും അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നതും. ജീവിതം കൊണ്ട് ഈശോ ആരാണെന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ മതങ്ങളിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ മുൻവിധിയോടെയും ശത്രുതാ മനോഭാവത്തോടെയും വൈകാരികമായി ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്ക് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ വിവിധ മതങ്ങൾ തമ്മിൽ ഹാർമണിയുണ്ട്, വഴക്കില്ല എന്നൊക്കെ എപ്പോഴും പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരിമാർ കേരളത്തിന് പുറത്തു പോയി ആക്ഷേപിക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കേണ്ടിയും ഒക്കെ വരുമ്പോൾ ആ പറയുന്നതിൽ വലിയ പൊരുളില്ല എന്ന് നമുക്കറിയാം. ഈ 8-10 കൊല്ലത്തിനുള്ളിൽ 4316 ക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. വലിയൊരു ചലഞ്ചാണത്. ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് എഗൻസ്റ്റ് വിമൻ, എഗൻസ്റ്റ് ട്രൈബൽസ്, എഗൻസ്റ്റ് religious sisters, against religion and also against freedom. അതേതെങ്കിലും 1-2 ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തടഞ്ഞു നിർത്തുകയാണ്. ഇത്ര സമഗ്രമായ നോബ്ലസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യത്തിൽ, ഭരണഘടനയുള്ള രാജ്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വികാരപരമായ വിഷയം മാത്രമല്ല, നമ്മളുടെ നിലനിൽപ്പിൻ്റെ കാര്യവും കൂടിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ദിസ് ഈസ് ആൻ ഇഷ്യൂ കൺസേണിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കൺസേണിങ് ഹ്യൂമൻ റൈറ്റ്സ്.
മനുഷ്യനായിട്ട് നമുക്ക് ഈ രാജ്യത്ത് ഇവിടെ താമസിക്കണമല്ലോ. ഭരണഘടന നമ്മളോട് ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം വേണം. We are not satisfied with the stories of communal harmony in Kerala when elsewhere they are persecuted for their faith and beliefs. ഈ ശുദ്ധരായ കന്യാസ്ത്രീകൾ അവരിവിടുന്ന് ബസ്സും ട്രെയിനും എല്ലാം കയറി ഇവിടുന്ന് ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ ആളുകളെ തീറ്റിപ്പോറ്റി അവരുടെ കൂട്ടത്തിൽ പാർത്ത് ഈശോയുടെ മുഖം സ്വാഭാവികമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ആ പ്രക്രിയയിൽ അവർ ഏൽക്കേണ്ടി വരുന്ന പീഡനമാണിത്. മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ്, ഭരണഘടനയെ ബലഹീനമാക്കുകയാണ്, ദൈവത്തോടുള്ളൊരു അറ്റാക്ക് കൂടിയാണിത്. എല്ലാവർക്കും പേടിയാണ്, കോടതിയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, കോടതി പറയട്ടെ. അത് ശരിയാണ്, കോടതിയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ കോടതിയും ഈ രാജ്യത്തിൻ്റെതാണ്, ഈ മണ്ണിലെ മനുഷ്യരാണ്. അവർക്ക് സാധാരണ മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. ആ കോടതിയെയും സഹായിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള കോടതിയാണ്. അതുകൊണ്ട് നമുക്ക് അൽഫോൻസാമ്മയുടെ പുണ്യകുടീരത്തിലിരിക്കുമ്പോൾ അമ്മയെപ്പോലെ വിശുദ്ധിയുള്ള ഈ സഹോദരിമാർ, അവരുടെ സഹപ്രവർത്തകർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഈ യാതനകൾ കണ്ണടച്ച് നമ്മൾ കളയരുത്, കണ്ണടച്ച് കളയരുത്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യം സർക്കാരിനോടും വേണ്ടി വന്നാൽ വിപുലമായ സംഘടിത സ്വഭാവത്തോടു കൂടിയും അറിയിക്കാനായിട്ട്. അൽഫോൻസാമ്മയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അമ്മ വഴിയുള്ള ഈശോയുടെ കൃപ നമുക്ക് ആവശ്യമാണ്. അതിനുള്ള കരുത്താണ് ഈ കുർബാനയിലൂടെ, ഈ അമ്മയുടെ തുമ്പിലൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉളവാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മളുടെ പാവപ്പെട്ട പരിശുദ്ധരായ സന്യാസിനിമാരെ, ക്രൈസ്തവരെ, വൈദിക വിദ്യാർത്ഥികളെ വെറുതെ വിട്ടുകളയാൻ ഒക്കില്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ പോലെ, ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ നമ്മൾ വിട്ടുകളയരുത്. അവർ നമ്മുടെ മക്കളാണ്, മലയാളികളാണ്, ഇവിടെ ജനിച്ച് വളർന്ന് ഈ സഭയിൽ, കേരള സഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഗൗരവതരമായ രീതിയിൽ നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.